ഇന്ന് നമ്മളൊരു ഇൻസ്റ്റൻറ്റ് അപ്പത്തിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ്. മാക്സിമം ഒരു 10 മുതൽ 15 മിനിറ്റ് മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു അപ്പം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അരിപ്പൊടി വേണം. 1 കപ്പ് അരിപ്പൊടി എടുക്കുക. വറുത്ത അരിപ്പൊടിയോ വറുക്കാത്ത അരിപ്പൊടിയോ ഏതായാലും കുഴപ്പമില്ല. നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി ആയിരിക്കണം. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം തേങ്ങയും കൂടി ചേർക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. വേണമെങ്കിൽ നമുക്കൊരു 1/2 കപ്പ് വരെ ചേർക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചോറ് അല്ലെങ്കിൽ അവലെടുക്കാം. ഞാനിവിടെ വെളുത്ത അവൽ കുതിർത്തതിന് ശേഷം 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അവൽ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അവലില്ലെങ്കിൽ നമുക്ക് ചോറായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു മധുരത്തിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. പഞ്ചസാര ഓപ്ഷണലാണ്. മധുരം ഇഷ്ടമല്ലാത്തവർക്ക് ഒഴിവാക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർക്കാം. ഒരു റെസിപ്പിക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പെട്ടെന്ന് തന്നെ നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത്. നല്ല ഇളം ചൂടായിട്ടുള്ള വെള്ളം വേണം ഉപയോഗിക്കാനായിട്ട്. വെള്ളം ഒഴിച്ചതിന് ശേഷം ആദ്യം ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ വെള്ളം കുറച്ചും കൂടി വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കാം. അപ്പോൾ ഓരോ തവണ നമ്മൾ വെള്ളം ചേർക്കുമ്പോഴും ഇളം ചൂടായിട്ടുള്ള വെള്ളം മാത്രം ഉപയോഗിക്കുക. പച്ചവെള്ളം ഉപയോഗിക്കരുത്. കാരണം നമുക്ക് പെട്ടെന്ന് മാവ് പൊന്തി കിട്ടാൻ വേണ്ടിയിട്ട് ഇളം ചൂടായിട്ടുള്ള വെള്ളം വേണം ഉപയോഗിക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് വീണ്ടും ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടാണ് അരച്ചിരിക്കുന്നത്. അപ്പോൾ മൊത്തം 1/4 കപ്പ് വെള്ളം വേണ്ടി വന്നു ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ശരിക്കും ഒരു കണക്ക് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മളെടുക്കുന്ന ഓരോ അരിപ്പൊടിയിലും വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവും കുറച്ച് വ്യത്യാസം വരും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ അരച്ചെടുക്കുക. ഒരുപാട് അങ്ങ് ലൂസാക്കണ്ട. നമ്മൾ സാധാരണ അപ്പത്തിൻ്റെ കൺസിസ്റ്റൻസിയിൽ തന്നെ ആക്കിയെടുത്താൽ മതി. അപ്പോൾ മിക്സിയുടെ ജാറ് കഴുകി കുറച്ചും കൂടി വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ നമ്മൾ അപ്പത്തിന് എടുക്കുന്ന ആ മാവിൻ്റെ ഒരു പരുവെന്ന് വെച്ചാൽ കുറച്ച് ലൂസല്ല, അത്രയും ലൂസ് വേണ്ട. ദോശമാവിനൊക്കെ എടുക്കുന്ന ആ ഒരു പരുവത്തിലാക്കിയെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടല്ലോ, ഈ ഒരു പരുവത്തിലാക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ചൂടുള്ള സ്ഥലത്ത് വയ്ക്കുക. ഒന്നെങ്കിൽ സ്റ്റൗവിൻ്റെ അടുത്തൊക്കെ വയ്ക്കാവുന്നതാണ്. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ മാവ് നന്നായിട്ട് പൊന്തി കിട്ടും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. ഇതിലേക്ക് നമ്മൾ ഇളം ചൂടായിട്ടുള്ള വെള്ളം ചേർത്ത കാരണം തന്നെ പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും. പ്ലേറ്റിൻ്റെ അടിഭാഗത്തും കണ്ടില്ലേ, ചെറുതായിട്ട് വെള്ളത്തുള്ളികൾ കാണാം. അപ്പോൾ അത്യാവശ്യം ഫെർമെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ വരെയൊക്കെ വെക്കാം, കുഴപ്പമൊന്നുമില്ല. പെട്ടെന്നാണെങ്കിൽ നമുക്ക് 10 മിനിറ്റ് മാക്സിമം വെച്ചാൽ തന്നെ മതിയാവും. നല്ലതുപോലെ തന്നെ ആയി കിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ ഇതിലേക്ക് ഉപ്പ് ചേർക്കാൻ മറന്നുപോയി. അരയ്ക്കുന്ന സമയത്ത് തന്നെ ഉപ്പ് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ അപ്പച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് 2 സ്പൂൺ മാവ് ഒഴിച്ച് നമ്മൾ സാധാരണ അപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ആക്കിയെടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അപ്പം കണ്ടില്ലേ, നല്ലതുപോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സൈഡൊക്കെ കുറച്ച് മൊരിച്ചെടുക്കണമെങ്കിൽ കുറച്ച് സമയം കൂടി വെച്ചാൽ മതി. സൈഡൊക്കെ നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടും. അഥവാ അല്ലെങ്കിൽ സോഫ്റ്റ് അപ്പാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓരോ തവണ നമ്മൾ ഉണ്ടാക്കുമ്പോഴും മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. മാത്രമല്ല നമുക്ക് ഒരുപാട് ചേരുവകളൊന്നും വേണ്ടല്ലോ. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ചേരുവകൾ മാത്രം മതി. ഇപ്പോൾ കണ്ടില്ല, നല്ല പഞ്ഞി പോലത്തെ ഉള്ള സോഫ്റ്റ് അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു അളവിൽ നിന്നും നമുക്ക് ഒരു 10 അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു കപ്പ് അരിപ്പൊടിയിൽ നിന്നും ഇതുപോലത്തെ 10 അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ലതുപോലെ മൊരിച്ചെടുക്കണമെങ്കിൽ സൈഡൊക്കെ ഇതുപോലെ നല്ല കളറായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്